10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. സാമൂഹ്യനീതി വകുപ്പിന്റെ സാഹിത്യ പുരസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അങ്കമാലി നായത്തോട് സ്വദേശിനി മായ ബാലകൃഷ്ണന് വീട്ടിലെത്തി സമ്മാനിച്ചു. മണ്ണാങ്കട്ടയും കരയിലെയും എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒട്ടേറെ സംഘശേഷിയുള്ളവരായുണ്ട്. അവരുടെ ആ സംഘപരമായ കഴിവുകൾ അടയാളപ്പെടുത്തുന്നതിനും അതിന് അംഗീകാരം നൽകുന്നതിനും വേണ്ടിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സവിശേഷ എന്ന പേരിൽ ഒരു ഭിന്നശേഷി കാർണിവൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. ആ കാർണിവലിൽ അതിനോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങൾക്കുള്ള പുരസ്കാരം എല്ലാവർക്കും നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പുരസ്കാര ജേതാക്കൾക്ക് വിവിധ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യ കൃതികൾക്കാണ് പുരസ്കാരം നൽകിയത്. പക്ഷേ നമ്മുടെ മായയ്ക്ക് കവിതാ വിഭാഗത്തിൽ സമ്മാനത്തിന് അർഹയായ നമ്മുടെ മായയ്ക്ക് അത് അവിടെ വന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ള ചടങ്ങിൽ വെച്ച് അത് കൈമാറുന്നതിന് വേണ്ടി ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 55 വയസ്സുകാരിയായ മായ കഴിഞ്ഞ 35 വർഷത്തോളമായി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിച്ച് കിടപ്പിലാണ്. നടക്കാൻ കഴിയാത്ത മായയ്ക്ക് കഴിഞ്ഞ ജനുവരി 21-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് അങ്കമാലിയിലോ സമീപ പ്രദേശങ്ങളിലോ നടക്കുന്ന ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങുകളിൽ വെച്ച് അവാർഡ് സ്വീകരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ച് മായ മന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. കത്ത് വായിച്ച മന്ത്രി മായയുടെ വീട്ടിലെത്തി പുരസ്കാരം സമ്മാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ അവാർഡ് എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഒരു സ്വാഭാവികമായ എൻ്റെ അപ്പോഴത്തെ ഒരു ചിന്ത ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. അത് വായിച്ചവർക്ക് വളരെ ഫീൽ ചെയ്തു, ഹൃദയത്തിൽ തൊട്ടു. അതാണ് മന്ത്രി ഇന്നിവിടെ എത്തിച്ചേരാനും കാരണം. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്ന ഈ ബാലകൃഷ്ണന് നേരിട്ട് മന്ത്രി ഇവിടെ വന്ന് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അവാർഡുകൾ തിരുവനന്തപുരത്ത് വന്ന് മേടിക്കാൻ സാധിക്കാത്ത കാരണം മാഡം ഇവിടെ നേരിട്ട് വന്ന് അവാർഡ് ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് ഇതിനു മുൻപ് അർഹത ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നായത്തോട് സ്കൂളിൽ NSSന്റെ പ്രോഗ്രാം ഉണ്ടായാലും ആ കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് നമ്മളെ മായ ബാലകൃഷ്ണനെ പരിചയപ്പെടുത്തി കൊടുക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ മായയുടെ വീട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തു. അന്നാണ് മായയെ കണ്ടത്. ആ കാലം മുതൽ മായ ഞങ്ങളെല്ലാം കൂടെയുണ്ട്. വളരെ മികച്ച പ്രതിഭയുള്ള, എഴുത്തിൽ നല്ല മനസ്ഥൈര്യമുള്ള, നല്ല നിലപാടുകളുള്ള, ഈ തീർച്ചയും മൂർച്ചയുമുള്ള വാക്കുകളുടെ ആളാണ് മായ. മായയ്ക്ക് ലഭിച്ച ഈ കേരള സർക്കാർ നൽകുന്ന ഈ സമ്മാനം നിശ്ചയമായും നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ടതാണ്. മായയ്ക്ക് തിരുവനന്തപുരത്ത് പോയി വാങ്ങാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ അന്നൊരു ഫേസ്ബുക്ക് ഇട്ടു. ഇങ്ങനെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പുരസ്കാരം വാങ്ങാൻ പറ്റാറില്ല. ചിലരത് പിന്നീട് തപാലിൽ അയച്ചുതരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുറിപ്പുണ്ടായിരുന്നത്. ആ കുറിപ്പാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറെ ഇവിടേക്ക് വരാൻ കാരണമായി തീർന്നത്. മണ്ണാങ്കട്ടയും കരയിലെയും തൊടികുട്ട് തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്കു വേണ്ടി വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന കഥാസമാഹാരവും വിരലിൽ വിരിയുന്ന മായ എന്നീ പുസ്തകങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. എൻ്റെ കവിതാ സമാഹാരം മണ്ണാങ്കട്ടയും കരയിലെയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തു. എനിക്ക് നേരിട്ട് തിരുവനന്തപുരത്തായിരുന്നു അവാർഡ് വിതരണം. എനിക്ക് നേരിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനായില്ല. ആ ഒരു നഷ്ടബോധം അതേക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് നല്ലവരായ സുഹൃത്തുക്കളും പത്ര റിപ്പോർട്ടർമാരും പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അത് മന്ത്രിയിലേക്ക് എത്തുകയും മന്ത്രി എൻ്റെ ശാരീരിക ആരോഗ്യാവസ്ഥ മനസ്സിലാക്കി
നേരിട്ട് വീട്ടിൽ കൊണ്ടുതരാമെന്ന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് മന്ത്രി വന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ നിമിഷമായിരുന്നു. കാരണം നിരവധി 5-6 അവാർഡുകൾ ഗവൺമെൻറ്റും ക്യാഷ് അവാർഡും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ചെന്ന് അത് ഏറ്റുവാങ്ങി കൊണ്ടുതരും. പക്ഷെ അപ്പോൾ ഇത് എനിക്ക് നേരിട്ട് മന്ത്രി എൻ്റെ കയ്യിൽ തരികയായിരുന്നു. ഞാൻ എൻ്റെ എഴുത്തിന് കിട്ടിയ ഒരു അംഗീകാരം അത് നേരിട്ട് എനിക്ക് മന്ത്രിയിൽ നിന്നും കൈപ്പറ്റാൻ കഴിഞ്ഞു. ആ ഒരു നിമിഷമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അനേക അവാർഡുകൾ മേടിച്ച് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നേരെ സാന്നിധ്യത്തിൽ കണ്ട ഇന്നത്തെ ഈ അവാർഡാണ്. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.